അഡ്വക്കേറ്റ് നോക്കൂ, മോഷ്ടിച്ച പണത്തിൻ്റെ കണക്ക് ചോദിച്ചതിനാണ് 6 പതിറ്റാണ്ടായി CPM-ൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവിനെ, പ്രാദേശിക നേതാവിനെ ഇന്ന് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നത്. എന്ത് ക്ലാരിറ്റിയോടുകൂടിയാണ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചത്? എന്തു തോന്നുന്നു അഡ്വക്കേറ്റ് ഹസ്ക? ശ്രീ അനന്തൻ ഇതിലെ കാണേണ്ടത്, ചോദ്യം ചോദിക്കുന്ന കുട്ടിയെ ഉത്തരം നൽകാതെ അധ്യാപകൻ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുക എന്ന് പറയുന്നതിന് തുല്യമായിട്ടുള്ള ഒരു നടപടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ചോദ്യത്തിന്റെ ഉത്തരം പാഠപുസ്തകത്തിലുണ്ടെന്നും പാഠപുസ്തകം ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടെന്നും ഒരു അധ്യാപകൻ പറയുന്നതിന് തുല്യമായിട്ടാണ് പാർട്ടി ഇപ്പോ സഖാവ് കുഞ്ഞികൃഷ്ണനെ പുറത്താക്കിയതിലൂടെ പൊതുജനത്തിന് തോന്നുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെ സംശയിക്കുന്നവരെ കുറ്റം പറയാനാവില്ല എന്നുള്ളൊരു കരുതലാണ് എനിക്കിപ്പോ ഉള്ളത്. കാരണം ഇപ്പോ സഖാവ് കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച പ്രശ്നം 2022 പാർട്ടിക്കുള്ളിൽ ഉന്നയിക്കുകയും 2026 പോലും ആ വിഷയത്തിന്മേൽ ഒരു കുഞ്ഞികൃഷ്ണനെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള ഒരു മറുപടി നൽകുന്നതിന് പാർട്ടി ഘടകത്തിന് കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം പാർട്ടിക്ക് പുറത്തു വന്ന് ഇത്തരം വർത്തമാനങ്ങൾ പറയേണ്ടി വരുന്നത്. അപ്പൊ അത്തരം വർത്തമാനം പറഞ്ഞതിന്റെ പേരിൽ, ആ ചോദിച്ചതിന്റെ പേരിൽ അതിന്റെ ഉത്തരം പറയുന്നതിന് പകരം പാർട്ടി അദ്ദേഹത്തെ നടപടിയെടുക്കുക എന്നുള്ളത് ഒരു ലെനിനിസ്റ്റ് സംഘടനാ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ലെനിനിസ്റ്റ് സംഘടനാ തത്വം എന്ന് പറയുന്നത് വളരെ കൃത്യമായി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി അച്ചടക്കത്തിന്റെ ഭാഗമായി പാർട്ടിക്കുള്ളിൽ പറയേണ്ടത് പുറത്തു പറഞ്ഞു എന്നുള്ളതിന്റെ അപരാധത്തിന്റെ പേരിലാണ് സഖാവ് കുഞ്ഞികൃഷ്ണനെ ഇപ്പോൾ നടപടിയെടുത്തത്. പക്ഷെ അതിനൊക്കെ മുമ്പ് മാർക്സ് തന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. മാർക്സ് പറഞ്ഞിരിക്കുന്നത് എല്ലാം സത്യം മാത്രം പറയണമെന്നും അങ്ങനെ സത്യം മാത്രം പറയുകയും പ്രവർത്തിക്കുകയും വേണമെന്ന് മാർക്സ് ഉദ്ബോധിപ്പിക്കുന്നതോടൊപ്പം തന്നെയാണ് അങ്ങനെ പറയുന്നത് കൊണ്ട് നഷ്ടപ്പെടുവാൻ കൈവിലങ്ങുകൾ മാത്രമേ ഉള്ളൂ എന്നാണ് കാറൽ മാർക്സ് തന്നെ കമ്മ്യൂണിസ്റ്റുകളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായും ഈ ഘട്ടത്തിൽ കുഞ്ഞികൃഷ്ണൻ, നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്ത കുഞ്ഞികൃഷ്ണൻ വളരെ കൃത്യമായി പൊതുജനങ്ങളുമായി സംവദിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പയ്യന്നൂരിലെ പാർട്ടി, കണ്ണൂരിലെ പാർട്ടി വലിയ അപകട ദിശയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. അത്തരം അപകട ദിശ, ഒരു രക്തസാക്ഷി ഫണ്ടിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ പാർട്ടിക്ക് ക്ഷീണം ഉണ്ടാകുന്ന തരത്തിൽ അല്ലെങ്കിൽ പാർട്ടിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് അന്വേഷിച്ച് പൊതുജനങ്ങൾക്ക് മുമ്പാകെ, പാർട്ടി പ്രവർത്തകർക്ക് മുമ്പാകെ വളരെ ഉത്തരവാദിത്വത്തോടുകൂടി അത് വിശദീകരിക്കേണ്ട ബാധ്യതയുണ്ടായിരുന്നു കണക്കുകൾ വെച്ച്. ഇവിടെ പാർട്ടിയുടെ ഇതുവരെ ഉണ്ടായിരുന്ന ആരോപണങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ആരോപണം ഉന്നയിക്കുമ്പോൾ അത് പാർട്ടി ചർച്ച ചെയ്യുന്ന രീതി വ്യത്യസ്തമാണ്. അപ്പോൾ അത് പാർട്ടി ഘടകങ്ങൾക്കുള്ളിൽ ചർച്ച ചെയ്യും. ഏത് ഘടകമാണോ ഇതിനെ സംബന്ധിച്ച്, ഏതെങ്കിലും ഫണ്ടിനെ സംബന്ധിച്ച് പിരിവെടുത്തിട്ടുണ്ടെങ്കിൽ അത് ആ ഘടകത്തെ ബോധ്യപ്പെടുത്തുന്ന നടപടി മാത്രമാണ്. ഇവിടെ ആ ഘടകത്തിന്റെ മാത്രം പ്രശ്നമല്ല. രക്തസാക്ഷി എന്ന് പറയുന്നത് ജീവത്യാഗം ചെയ്യുക. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രക്തസാക്ഷിയെ ഉയർത്തപ്പെടുക എന്നുള്ളത് സ്വന്തം ജീവനും ജീവിതവും ത്യാഗം ചെയ്തുകൊണ്ടാണ് ഒരാൾ രക്തസാക്ഷിയാവുക. അപ്പോ ആ രക്തസാക്ഷി ഫണ്ടിനെ സംബന്ധിച്ച് ആരെങ്കിലും എവിടെയെങ്കിലും ഒരു ആക്ഷേപം ഉന്നയിച്ചാൽ അത് ആ രക്തസാക്ഷിയെ സ്നേഹിക്കുകയും ആ രക്തസാക്ഷിത്വത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന മുഴുവൻ ആളുകളെയും ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത പാർട്ടിക്കുണ്ട്. അത് ആ പാർട്ടിയുടെ ഘടകം മാത്രം ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന ന്യായം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള വിഷയം വളരെ ഗൗരവതരവും പാർട്ടിക്കുള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ജീർണതയുടെ മറ്റൊരു രൂപമാണ്. ഞാൻ വളരെ ഉത്തരവാദിത്വം പറയാൻ ആഗ്രഹിക്കുന്നത്, കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ കേരളത്തിലെ CPM നേതാക്കന്മാർ, ഏരിയ കമ്മിറ്റി തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള CPM നേതാക്കന്മാരുടെ സ്വത്തുകളെ സംബന്ധിച്ച്, കുടുംബാംഗങ്ങളുടെ സ്വത്തുക്കളെ സംബന്ധിച്ച് പാർട്ടി ആത്മനിഷ്ഠപരമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തണം. ആ ആത്മനിഷ്ഠപരമായിട്ടുള്ള അന്വേഷണം നടത്തുമ്പോൾ പാർട്ടിക്കുള്ളിൽ എങ്ങനെയാണ് അഴിമതി, ഇതൊരു ചെറിയ പ്രശ്നമല്ല. കാര്യം ഈ പ്രശ്നത്തെ അഡ്രസ് ചെയ്യുക എന്ന് പറയുന്നത് 1954 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ തന്നെ പ്രസിദ്ധീകരിക്കപ്പെട്ടുള്ള നിജിലാസ് എന്ന് പറയുന്ന പഴയ ഒരു കമ്മ്യൂണിസ്റ്റിന്റെ പുസ്തകമുണ്ട്. ന്യൂ ക്ലാസ് എന്ന് പറയുന്നതാണ് പുസ്തകം. ഡിലൻ നിജാസ് പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ സോവിയറ്റ് യൂണിയനെ സംബന്ധിച്ച്, സോവിയറ്റ് യൂണിയന്റെ തകർച്ചയെ സംബന്ധിച്ച് മുൻകൂട്ടി പ്രവചിക്കുന്ന തരത്തിലായിരുന്നു ആ പുസ്തകം എഴുതപ്പെട്ടിട്ടുള്ളത്. ആ പുസ്തകം എന്ന് പറയുന്നത് അധികാരത്തിലെത്തുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ അധികാരത്തിന് ചുറ്റും, പാർട്ടിക്ക് ചുറ്റും ഒരു പുതിയ വർഗം രൂപപ്പെടും. അങ്ങനെ ആ പുതിയ വർഗം അവരുടേതായ ഇച്ഛാശക്തിക്കനുസരിച്ച് അവരുടേതായ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച്
ഒരു രീതിയിൽ പ്രവർത്തിക്കും എന്നുള്ളതായിരുന്നു സൂചനയായിരുന്നു ഡിലൻ നിജാസ് വളരെ കൃത്യമായി ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാധാരണ പ്രവർത്തകനും ചിന്തകനും മാർക്സിയൻ ഐഡിയോളജിയെ വളരെ കൃത്യമായി പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അത് ആ ഘട്ടത്തിൽ നിന്നുകൊണ്ട് വേണം നമുക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ നേരിടുന്ന ഈ പ്രതിസന്ധിയെ അഡ്രസ് ചെയ്യാൻ എന്നാണ് ഞാൻ കരുതുന്നത്. അത് അഡ്രസ് ചെയ്യുമ്പോൾ വളരെ കൃത്യമായി ബോധ്യപ്പെടുന്നത് ഇത് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അണികൾക്കിടയിലും പാർട്ടി പ്രവർത്തകർക്കിടയിലും വല്ലാത്തൊരു അഗ്നിപർവ്വതം പുകയുന്നു എന്ന സത്യമാണ് സഖാവ് കുഞ്ഞികൃഷ്ണൻ പുറത്തു പറഞ്ഞതിലൂടെ നാം കേട്ടതെന്നാണ് എനിക്ക് വിലയിരുത്താൻ തോന്നുന്നത്.